ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ജഗന്നാഥവർമ്മ നന്ദനെ കൂടെ പോകുന്നതിൽ നിന്നും തടയുന്നു. പ്രതാപവർമ്മയോട് ഭാഗീരഥി തമ്പുരാട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്ന പ്രതിഭയും ജഗന്നാഥവർമ്മയും, ഹോസ്പിറ്റലിൽ നിന്നും തിരികെ എത്തുന്ന പ്രതിഭയും ജഗന്നാഥവർമ്മയും നന്ദന മുത്തശ്ശിയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. നന്ദനയെ കുറ്റപ്പെടുത്തുന്ന ജഗന്നാഥവർമ്മ ഭാഗീരഥി അമ്മയെ പരിചരിക്കാൻ നന്ദനെ ഹോസ്പിറ്റലിൽ നിർത്താൻ തീരുമാനിക്കുന്ന പ്രതിഭയും ജഗന്നാഥവർമ്മയും. ഇനി തുടർന്ന് കാണുക. ആശുപത്രി വിഷയത്തിലെ തീരുമാനമെന്തായി പറ. വല്യേട്ടൻ പറഞ്ഞത് ശമ്പളം കൊടുത്തൊരു ഹോം നഴ്സിനെ നിർത്താംന്നാ. ആ വക പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. പറ്റില്ലെന്ന് മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് ഹോം നഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നന്ദനയുടെ കാര്യം അങ്ങ് അവതരിപ്പിച്ചു. പ്രതിബന്ധ് പറഞ്ഞു, വല്യേട്ടൻ അവളെ കണ്ണിന് നേരെ കണ്ടൂടല്ലോ. കാശ് കൊടുക്കാതെ കിട്ടുന്ന ഒരു വീട്ടുജോലിക്കാരിയായി നന്ദനെ കണ്ടാൽ മതിയെന്നായി ഞാൻ. ചുരുക്കത്തില് ആ ഐഡിയയിൽ ജഗന്നാഥേട്ടൻ വീണു. അപ്പോ സമ്മതിപ്പിച്ചു? ഞാൻ സമ്മതിപ്പിച്ചെടുത്തു. ഗുഡ്. വിവരം ആ പെണ്ണിനോട് പറഞ്ഞോ? ഇല്ല, അതൊക്കെ അതിന്റെ വാക്കിന് ഞാൻ അവതരിപ്പിച്ചെടുത്തോളാം. സത്യത്തില് അമ്മ സുഖം പ്രാപിക്കണമെന്നൊന്നും ജഗന്നാഥേട്ടന് ആഗ്രഹമൊന്നുമില്ല, എന്റെ ഭർത്താവിനും ഇല്ല. നോക്കിയേ, അവരുടെ സ്വന്തം അമ്മയെ ആശുപത്രി കിടക്കണത്. എന്തായാലും അമ്മ മക്കൾ ബന്ധം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതേസമയം പ്രതിഭയും പ്രതാപേട്ടനും മരുമക്കളാ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. മറ്റൊരു കാര്യമുണ്ട് പ്രതാപേട്ട. നന്ദനെ ശുശ്രൂഷിച്ചാൽ അമ്മയ്ക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം ഉണ്ടാവും. അധികം വൈകാതെ അമ്മ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രതാപേട്ട? പ്രതാപേട്ട, പ്രതാപേട്ട, സുഖം പ്രാപിക്കട്ടെ, എഴുന്നേറ്റ് നടക്കട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആ പെണ്ണ് അതോടെ ഇരിപ്പിലാവണം. പിന്നെ അവിടെ ഒരെഴുന്നേൽക്കൽ ഉണ്ടാകരുത്. മനസ്സിലായോ പ്രതിഭയ്ക്ക്? പിന്നെ മരണം അന്വേഷിച്ച് ഇവിടെ പലരും വരും. ഉത്തരവാദിത്തമുള്ളൊരു മരുമകളായി നിൽക്കണം പ്രതിഭ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, ചേട്ടൻ പോട്ടെ. നന്ദനെ, മനസ്സ് മരവിച്ച ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നത്. എന്തെങ്കിലും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. തല തണുക്കെ ഒന്ന് കുളിച്ചപ്പോഴാ സത്യം പറഞ്ഞ വെളിവ് വന്നത്. എനിക്കറിയാം നന്ദനയുടെ വിഷമം. എന്ന് കരുതി ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നല് വേണ്ട. സേതുവിന്റെ അത്രയും വരില്ലെങ്കിലും ഞാനുണ്ട് നന്ദനയുടെ കൂടെ. ഒരു സങ്കടം വരുമ്പോ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണ് അല്ലേ? മുത്തശ്ശിയുടെ വിവരം പിന്നെ ആശുപത്രി വിളിച്ച് അന്വേഷിച്ചോ? കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. ഒരു മാറ്റവും. അമ്മ അടുത്തന്നെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ആ ധൈര്യത്തിലല്ലേ ഞാനിങ്ങ് പോകുന്നത്. അല്ലെങ്കിലും ഒരാൾക്ക് മാത്രമേ അകത്ത് നിൽക്കാൻ പെർമിഷൻ ഉള്ളൂ. നന്ദനയ്ക്ക് അമ്മയെ കാണണമെന്നുണ്ടോ? വേണം, കാണണം. വല്യേട്ടന്റെ സ്വഭാവം അറിയാലോ. ഇന്ന് തന്നെ കണ്ടില്ലേ, മോളെ കാറി കേട്ടണ്ടാന്ന് ഒറ്റ വാശിയായിരുന്നു. ആണുങ്ങളെ ധിക്കരിച്ച് നമ്മൾ എങ്ങനെയാ ഓരോന്ന് ചെയ്യുന്നത്? അല്ലെങ്കിലും അന്നേരം എങ്ങനെയെങ്കിലും ആശുപത്രിയിലൊന്ന് എത്തിയാ മതിയെന്നായിരുന്നു. അതാ ഞാനൊന്നും മിണ്ടാതിരുന്നത്. ചിലപ്പോ അല്ലെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോയില്ലെങ്കിലോ? എന്തായാലും ഞാൻ നാളെ ഒറ്റയ്ക്ക് പോയി മുത്തശ്ശിയെ കാണും.
അത് വേണ്ട നന്ദനെ. നല്ല കാര്യമായി. വല്യേട്ടന് ആശുപത്രി വന്ന് പ്രശ്നം ഉണ്ടാക്കും. മോളെ അവിടുന്ന് ഇറക്കി വിടും. സാഹസം ഒന്നും കാണിക്കണ്ട. നന്ദനെ നാളെ അമ്മായി കൊണ്ടുപോവാ ആശുപത്രിയില്. കൊണ്ടുപോവാന്നേ. ഞാൻ വല്യേട്ടനോട് സംസാരിച്ചു. പിന്നെ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? സംസാരിച്ചിട്ട് എന്താ എന്ന് പറ. ആദ്യം ഭയങ്കര ഉടക്കായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞു. ഞാൻ വിടൂ. നയത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. നന്ദനെ ഒന്ന് കാണുന്നത് അമ്മയ്ക്ക് വലിയ ആശ്വാസമായിരിക്കും ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരനൊന്ന് അയഞ്ഞു. രാവിലെ നമുക്ക് പോവാട്ടോ. ആ, അതിനിടെ മറ്റൊരു പ്രശ്നം. വിദ്യയെടുത്തി ഉടനെ തൃശ്ശൂർ എത്തണമെന്ന പ്രതാപേട്ടന്റെ ഓർഡർ. ഒരു വല്ലാത്ത മനുഷ്യനാ. എപ്പോഴാ സ്വഭാവം മാറണേന്ന് അറിയാനേ പറ്റില്ല. ഇവിടെ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വത്തോടെ നിന്നാള് ആശുപത്രി ചെന്നപ്പോ വേറൊരാളായി മാറി. വിദ്യയെടുത്തിയ മിക്കവാറും അങ്ങേരെ വിളിച്ചുകൊണ്ട് പോകും. പ്രശ്നം എന്താന്ന് വെച്ചാ ബൈസ്റ്റാൻഡറായിട്ട് ആരെങ്കിലും വേണോ അമ്മയുടെ അടുത്ത്. എപ്പോഴും കൂടെ ആള് നിക്കണേ. 10,000-20,000 രൂപ കൊടുത്താലും വേണ്ടൂല. ഏതെങ്കിലും ഒരു സ്ത്രീയെ നിർത്താന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു. അത് വേണ്ട, ഞാൻ നിന്നോളാം മുത്തശ്ശിയുടെ കൂടെ. അയ്യോ, നന്ദന വിചാരിക്കുന്ന പോലെയല്ല. അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരും. ഒറ്റ കിടപ്പാണെന്ന് ഓർക്കണം. അതിനെന്താ, എനിക്ക് ഒരു മടിയുമില്ല. ദേ നന്ദനെ, 1-2 ദിവസത്തേക്കല്ല. അമ്മായി ഒന്നും പറയണ്ട. എത്ര കാലം വേണമെങ്കിലും ഞാൻ മുത്തശ്ശിയെ നോക്കിക്കോളാം. മുത്തശ്ശി എണീറ്റ് നടക്കുന്നവരെ ഞാൻ നിഴല് പോലെ കൂടെ ഉണ്ടാവും. ആശുപത്രി പോവാൻ ഞാൻ രാവിലെ റെഡിയായി നിൽക്കാം. എന്നാ നന്ദന കിടന്നോ. ആ രഘുവേട്ടാ. ഞാൻ മുംബൈയിലെത്തി. രാവിലെ നാട്ടിലെത്തും. ആശുപത്രിയിൽ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ കിടക്കുന്നു. പിന്നെ നന്ദനെ അമ്മയ്ക്ക് സഹായം നിർത്താന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയല്ലേ ഇവിടെ ഒന്ന് വിശദമായി സംസാരിക്കാം. എയർപോർട്ടിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ എത്തിയിട്ട് വീട്ടിൽ വരൂ. അത് മതി. ശരി, ഓക്കെ. ആവശ്യത്തിനുള്ള ഡ്രസ്സും ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഭാസ്കരേട്ടനും ആശുപത്രിയിലേക്ക് വരുന്നുണ്ടെന്ന്. ആയിക്കോട്ടെ. കേറിക്കോ മോളെ. ഹലോ. ആ രഘുവേട്ട എവിടെയാണ്? ഞാൻ ജസ്റ്റ് ആശുപത്രിയിലേക്ക് എത്തറായി. വല്യേട്ടൻ നന്ദനയും കൊണ്ട് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കിയും കണ്ടൊക്കെ നിക്കണേ. വലിയ അടുപ്പത്തിനൊന്നും പോവണ്ട, അകൽച്ചിക്കും പോവണ്ട. അറിയാം. എന്നാ ശരി. ശരി, ഓക്കെ. നമ്മുടെ അശ്വിനാഥത്തിൽ നിൽക്കുന്നു. നിങ്ങളെന്താ പുറത്തു മാറി നിൽക്കുന്നത്? അത് അമ്മയെ തൃശ്ശൂരേക്ക് കൊണ്ടുപോകാൻ വന്നതാ. ഉടൻ അമ്മയെ വിളിച്ചോണ്ടില്ലെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്.
ആരെങ്കിലും മുത്തശ്ശി നോക്കാൻ എത്തിയിട്ടേ വരുന്ന അമ്മയുടെ വാശി. വിദ്യ വരുമെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ട് പോ. എന്തായാലും ഇനി അമ്മയെ നോക്കാൻ നന്ദനമോളുണ്ട്. രഘുമാമ വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. ഓ, വാ. രഘു, നീ വന്നിട്ട് കുറെ സമയമായോ? 10-20 മിനിറ്റ് ആയതേ ഉള്ളൂ. അമ്മയെ കണ്ടോ? കണ്ടു. നമ്മുടെ സേതു വാ. ഐസിയു ദേ അവിടെയാ. സിസ്റ്റർ, അമ്മയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. നന്ദന. വെയിറ്റ് ചെയ്യൂ. നീ ഡോക്ടറെ കണ്ടായിരുന്നോ? ഇല്ല. ഒന്ന് കണ്ട് സംസാരിക്കായിരുന്നില്ലേ? ആ. അമ്മ, എന്റെ സേതു പോയി. അമ്മ എനക്കില്ലാതെ കിടക്കുന്നു. ഞാനിതെങ്ങനെ സഹിക്കും? എന്താ അമ്മ ഇത്? ഇതൊക്കെ അനുഭവിക്കാനും മാത്രം എന്ത് പാപം മോളെ നമ്മൾ ചെയ്തത്? എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. എന്നാലും ഇങ്ങനെ എന്തിനാ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്? അമ്മേ, വിധിച്ചതൊരു ഹോസ്പിറ്റലല്ലേ? മറ്റുള്ള ആളുകളുണ്ട് ഇവിടെ. മുഴുവ അമ്മയുടെ അടുത്ത് പോവാ. മുത്തശ്ശി, മുത്തശ്ശി, ഇവിടെ നോക്കൂ മുത്തശ്ശി, മുത്തശ്ശി. ഇത് ഐസിയോ, ശബ്ദം ഉണ്ടാക്കരുത്. ഇങ്ങനെ കരയാതെ മോളെ, കണ്ടിട്ട് സഹിക്കുന്നില്ല. അശ്വിന,
ഞാൻ ഇറങ്ങട്ടെ മോളെ. കൊണ്ടുപോകാൻ ധൃതി പിടിച്ച് നിൽക്കുക മക്കള്. പോകാതെ എങ്ങനെയാ ഭാസ്കരട്ട? അമ്മയെ നല്ലതുപോലെ നോക്കിക്കോണേ മോളെ. വേറെ ആരുമില്ല. ആരും വേണ്ട, ഞാനുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. എനിക്ക് കൂടെ കൂടെ അമ്മയുടെ കാര്യങ്ങൾ അറിയണം. ദാ ഈ ഫോൺ മോളുടെ കയ്യിലിരിക്കട്ടെ, ഞാൻ ഇതിലേക്ക് വിളിച്ചോളാം. ഓ, ഇതൊരാവശ്യമുള്ള കാര്യമായിരുന്നു. ദേ, പിള്ളേര് സമ്മതിക്കുന്നില്ല. അവരെ പ്രതാപേട്ടൻ വിളിച്ച് വഴക്ക് പറയുന്നുണ്ടാവും. ഞാൻ ചെല്ലട്ടെ മോളെ. അമ്മേ, ഞാൻ ഇറങ്ങ. മോളെ, ഭാസ്കരേട്ടാ, ആശുപത്രി നിൽക്കാൻ പകരം ആള് വന്നാലേ വിദ്യ എങ്ങോട്ട് പുറപ്പെടുള്ളൂ എന്നുള്ള വാശിയിലായിരുന്നു അല്ലേ? നോക്കണ്ട, എന്റെ മക്കളാ വിളിച്ചറിയിച്ചത്. നിങ്ങൾ അത് ചെയ്യുന്നേ, ചെല്ലേ. എന്നിട്ട് ആള് വന്നോ? മക്കൾ അത് വിളിച്ചറിയിച്ചില്ലേ? ഭാഗീരഥി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ടെന്ന്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഡോക്ടർ എന്ത് പറയുന്നു? അവര് കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും എനിക്കോ? എല്ലാവർക്കും അറിയാം. ആട്ടെ, ആ പെണ്ണ് അടുത്ത് പോയി നിന്നാൽ തള്ളയിരിക്കും. എന്താ, അതിന് വല്ല സാധ്യതയുണ്ടോ? ചിലപ്പോ. എന്താ? ചിലപ്പോ നന്ദിനി എന്റെ അമ്മ എഴുന്നേൽപ്പിക്കും. ഒന്ന് നിന്നേ. അങ്ങനെ വല്ലതും സംഭവിച്ചാലേ ഞാൻ പഴനിയിൽ പോയിട്ട് തല മൊട്ടടിക്കും. നിന്റെ ദാസനാവും. നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യത്തില് പ്രതീക്ഷയും കൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തര, ശുദ്ധ വിഡ്ഢിത്തരം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൂടെ? നിന്റെ അമ്മ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ല വേണ്ടത്, മറ്റൊരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ അമ്മേരെ സ്വത്തിനു വേണ്ടി നിന്റെ ആങ്ങളമാരെ അവിടെ കടിപിടി കൂടുക, നായ്ക്കളെ പോലെ. അത് നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കടി. ചേട്ടനും അനുജനും അങ്ങനെ ചെയ്യില്ല. നമുക്ക് കാണാം. പിന്നെ നിന്റെ വലിയണ്ണെ സ്നേഹപൂർവ്വം ഒരു കാര്യം എന്നെ വിളിച്ചറിയിച്ചിരുന്നു. സേതുലക്ഷ്മിയുടെ സഞ്ചയനത്തിന് വ്യാഴാഴ്ച അങ്ങോട്ട് ചെല്ലണമെന്ന്. മരണം നടന്നപ്പോ എല്ലാത്തിനും ഓടിച്ചാടി നടക്കാൻ ഞാൻ ഇപ്പൊ സഞ്ചയനത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് ക്ഷണിച്ചിരിക്കുന്നു. പോണോ വേണ്ടെന്നേ ഞാനൊന്ന് ആലോചിക്കട്ടെ.
കയ്യിലിരിക്കുന്ന അസ്ഥികലശം അവിടേക്ക് വെച്ചോളൂ. ഇനി ഓരോ ആളായി പൂക്കൾ അർപ്പിച്ച് തൊഴാം. സഞ്ജയനത്തിന് പുറത്തുനിന്നാരെയും വിളിക്കാത്തതിൽ ചിലര് വിളിച്ച് പരാതി പറഞ്ഞു. അമ്മ ഇങ്ങനെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കല്ലേ, പിന്നെ ഇങ്ങനെ വിപുലമായ ചടങ്ങുകളും നടത്തും. ഒരാണ്ട് തികയട്ടെ, എല്ലാവരെയും വിളിച്ചൊരു സദ്യ കൊടുക്കാം. വിദ്യയെടുത്തി ചായ കുടിക്ക്. ഇപ്പൊ വേണ്ട പ്രതിഭേ. വല്യേട്ടാ, ചിതാഭസ്മം ഒഴുക്കുന്ന കാര്യത്തിൽ എന്താ തീരുമാനം? സൗകര്യം പോലെ പാപനാശിനിയിൽ കൊണ്ടൊഴുക്കാം. എന്താ? അതുവരെ എന്നും വൈകിട്ട് കലശം കുഴിച്ചു വെച്ച സ്ഥാനത്ത് തിരി തെളിയിക്കണം. എങ്കിൽ എത്രയും പെട്ടെന്ന് അസ്ഥി കൊണ്ട് ഒഴുക്കണം കേട്ടോ. മുടങ്ങാതെ തിരിവെക്കുന്നതാരാ?